അപ്പൊ ഈ പകുതി പറയുകയും ബാക്കി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എന്നാ പറയുന്നത് അല്ലേ? അല്ല, പകുതി കുച്ച് ദിൽനെ കഹ കുച്ച് ദിൽനെ സുന, രണ്ടായാലും കുറച്ച് ഹൃദയത്തിന്റെ ഭാഷയില് സംസാരിച്ചു, ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയം കൊണ്ട് കേൾക്കും ചെയ്തു. അങ്ങനെയും കമ്മ്യൂണിക്കേഷൻ ആവാം. അല്ലാതെ ഇപ്പൊ അതില് പറഞ്ഞിരിക്കുന്നത് കലിയോസെ കൊയി പൂച്ച്ത ഹസ്തി ഹെ യാ ദ്രോത്തി ഹെ, മൊട്ടുകളോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ നീ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന്? പക്ഷെ മൊട്ടിന് അറിയാം ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്നുള്ളത്. എന്റെ മനസ്സിൽ എന്താണെന്നുള്ളതും ബാക്കിയുള്ളവർക്കും അറിയാം, മൊട്ടിന്റെ മനസ്സിൽ എന്താന്നുള്ളതും ബാക്കിയുള്ളവർക്കും അറിയാം. അതാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ കൊണ്ട് മാത്രം ആവശ്യമില്ല, പലതുകൊണ്ട് ഫീലിങ്സ് കൊണ്ടും. അതെ അതെ, അത് നമ്മളെ പിന്നെ നമ്മുടെ ശ്രീമതി ബിന്ദു വേണുഗോപാല് നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോ പറയുണ്ടായി. കാരണം നമ്മള് പലപ്പോഴും നമ്മള് സംസാരിക്കണം എന്ന് തന്നെ ഇല്ല, നമ്മളെ മനസ്സിലാവുന്ന ആളുകൾ, നമ്മുടെ ചെറിയ ചിലപ്പോ പറയില്ല നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് എന്ന് പലപ്പോഴും അവരോട് നമ്മൾ ചോദിക്കാറുണ്ട്. അത് സുഹൃത്തുക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയൊരു ഭാവം പോലും മറ്റൊരാൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അവരെ അറിയണം. പിന്നെ അവരുടെ മുഖത്ത് സാധാരണ ഉണ്ടാവുന്ന ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയല്ലേ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അത് ഫോണിൽ കൂടെ ആണെങ്കിലും ശബ്ദം കേട്ടാൽ നമുക്കറിയില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും ഇന്ന് എന്താ ശബ്ദം മാറിയിരിക്കുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെ, നമ്മൾ ചോദിക്കാറില്ലേ സാധാരണ. അതെ അതെ, അത് ചില കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്. ഞാൻ കുറച്ചൊരു ഷോർട്ട് വിസിറ്റ് സൗദി അറേബ്യയിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഞാനിങ്ങനെ ഒരു ഫ്രൈഡേ ഞങ്ങൾ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചെറിയൊരു പിക്നിക് പോലെ പോയിട്ട് അവിടെ ഈ കക്കയൊക്കെ വാരുന്ന ഒരു ചെറിയ പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴേ ഞാൻ ഈ ചെരുപ്പ് മാറ്റി നടന്നപ്പോ ഒരു പീസ് എന്തോ എന്റെ കാലിൽ കൊണ്ടു. അപ്പൊ ഞാനത് പിന്നെ അവിടെ ഇതൊക്കെ ചെറുതായിട്ട് ബ്ലഡ് വന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പിന്നെ അത് ശരിയാക്കുന്ന സമയത്ത് പിന്നെ ആരോ ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ എടുത്ത കുറെ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ എനിക്കുള്ള ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ഇതും ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലേക്ക് അയച്ചപ്പോൾ ഉമ്മ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നിനക്കെന്താ ഇത് പറ്റിയത്. കാരണം എനിക്കറിയില്ല അത് എങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അമ്മക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അമ്മ അല്ലെങ്കിൽ അതുമാതിരി നന്നായിട്ട് നമ്മളെ അറിയുന്ന ഒരാള്. പിന്നെ നമ്മൾ ഒരാളെ പറ്റി മനസ്സിൽ ആലോചിച്ചാൽ പലപ്പോഴും ഒരു മിനിറ്റിന്റെ ഉള്ളില് ആ വ്യക്തിയുടെ ഫോൺ കോൾ വരാറില്ലേ. നമ്മൾ പറയും ടെലിപ്പത്തി എന്നൊക്കെ പറയും അതിന്. പക്ഷെ പലപ്പോഴും ഉള്ളതാണ് അത്. എന്തോ മനസ്സുകൾ സംസാരിക്കുന്ന ഇന്ന ആള് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോ അത് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പൊ അയാളുടെ കോള് വരും. അങ്ങനെയുണ്ട് കമ്മ്യൂണിക്കേഷൻ. അതെ, പണ്ട് പലപ്പോഴും പറയാറുണ്ടല്ലോ, അതായത് പിന്നെ നമ്മള് അറിയാതെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഈ ടെലിപ്പതി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പണ്ട് ഋഷിമാര് അതേമാതിരി എല്ലാ വിശ്വാസങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട്, ശക്തമായ ഒരു മനസ്സ് വളരെ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് പിന്നെ നമ്മള് ദൂരെയുള്ള ആളുകളുമായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിപ്പോ ഈ മൊബൈൽ ഫോണും ടെലിവിഷനും ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ഈ പവർഫുൾ മൈൻഡ് എന്തായാലും ഒരു പവർഫുൾ ഇതിലൂടെ ഒരു ടെക്നോളജിയിലൂടെ എങ്കിലും നമുക്ക് ദൂരെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ദൂരെ പോകുമ്പോ പ്രത്യേകിച്ചും ടെക്നോളജിയുടെ ഞങ്ങളൊക്കെ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എഴുത്തെഴുതിയാൽ 10 ദിവസം 15 ദിവസം എടുക്കും അമ്മയ്ക്കും അച്ഛനും എഴുത്തെഴുതിയിരുന്നെങ്കിൽ. ഫോണൊക്കെ വളരെ റെയർ ആയിട്ടൊക്കെ. ഇന്നിപ്പോ അങ്ങനെയല്ല, നമുക്ക് എപ്പോ സംസാരിക്കണം തോന്നിയോ ഈ ഒരു സാധനം കയ്യിലിട്ടാൽ മതിയല്ലോ, അപ്പൊ ലോകത്തിന്റെ എവിടെ ഇരിക്കുന്ന ആളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജി കൊണ്ട് ഗുണങ്ങളുണ്ട്, അതിന്റെ ദൂഷ്യവശങ്ങളും ഉണ്ട്.